അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉച്ചയൂണിൻ്റെ വിശേഷമാണ് കേട്ടോ. ഇന്നലെ പറമ്പത്താവിലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 12 മണി 12:30 ആ ഒരു റേഞ്ചൊക്കെ ആയി, 12:45 ആയി തോന്നുന്നു. അത്രയും നേരം വൈകിട്ടോ. പിന്നെ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല, അങ്ങനെ കയറി കടന്നു. പിന്നെ രാവിലെ ഒരു 6 മണിക്കായി ഷാജേട്ടൻ ഇവിടുന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. സംഭവം കാര്യങ്ങളൊക്കെ കച്ചവടം കാര്യമൊക്കെ നേരത്തെ തീർന്നായിരുന്നു, പക്ഷെ അവിടുന്ന് വരാൻ വേണ്ടിയിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ദൂരം വയലും വിശേഷം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഉത്സവ വിശേഷങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ നമുക്ക് അത് കൂടെ അങ്ങനെ നടന്നിട്ടേ കാലിലൊക്കെ ഭയങ്കര വേദന, മേലൊക്കെ വേദന. അപ്പോൾ പിന്നെ രാവിലെ ഷാജേട്ടൻ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, പൊറോട്ടയും കടലക്കറിയും. അപ്പോൾ അത് പിള്ളേരൊക്കെ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ഞാൻ നാരങ്ങ വെള്ളം ഇങ്ങനെ കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായാലും ചോറുണ്ടിട്ട് പ്രദോഷം എൻ്റെ തലേ ദിവസം ഫുഡ് കഴിച്ചതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചോറുണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം എന്താ പിറ്റേ ദിവസം കഴിച്ചു അമ്മ വന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ 2-3 ദിവസം അങ്ങനെ കേപ്പിട്ടിട്ട് അങ്ങനെ പോയി. അത് കാരണം ചോറുണ്ടാകാൻ ഒരു ദിവസം തന്നെ എനിക്ക് ചോറിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ചോറുണ്ടാകാണ്ട് എന്തൊക്കെയോ ഒരു പോലെ തോന്നും. അത്രയും ഇഷ്ടം ചോറ് എനിക്ക് ഓക്കെ. അതുകൊണ്ട് അപ്പോൾ നമുക്കിന്ന് പറഞ്ഞിനി നേരങ്ങൾ വേണ്ട, എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോമ്പുറപ്പിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിയിട്ടായിരുന്നില്ലേ, അത് ഞാനിങ്ങനെ മസാല പുരട്ടി വെച്ചു. പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാമല്ലോ. മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കോര, പുതിയ കോര, കിളിമീൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പല പേരുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കോരാന്ന് പറയും. വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകിടാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ നമ്മളിന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മീൻകറി, ചിക്കൻ്റെ, മീൻ വറുത്തത്, ഉപ്പേരിയൊക്കെ ആയിട്ട്. എന്നുവെച്ചാൽ ചീര കൊടുന്ന് വെച്ചിട്ട് കുറച്ചായി, അപ്പോൾ അത് വാടി നാശമായി പോകും. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നാശമാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഒരു മാങ്ങ ഷാജേട്ടൻ ഇപ്പോൾ പോയിട്ട് മീൻ വാങ്ങാൻ പോയപ്പോൾ കൊണ്ടുവന്നതാ. അതുകൊണ്ട് ഒരു അച്ചാറും ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ. അപ്പം എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പം. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. മസാല പുരട്ടി മീൻ വെച്ചിട്ടുണ്ട്, ചിക്കനും എല്ലാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൈപ്പാട് അങ്ങോട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിരിക്കുകയാണ്. ഇത് മുളക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറുന്നനെ ചാറ്, ഒരുപാട് വെള്ളം പോലെ അല്ലാതെ ഇങ്ങനെ കുറുകിയ ചാറ് പോലെ ഇങ്ങോട്ട് മുളകിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോരമീനാണ് കേട്ടോ. വേറെ എക്സ്ട്രാ നമുക്കിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വേറെ മീൻ അങ്ങനെയൊന്നുമില്ല. ഉള്ളതെന്ന് നമുക്ക് അങ്ങോട്ട് വറക്കുകയും ചെയ്യാം, കറി വെക്കാൻ ചെയ്യാം. ഇന്നിപ്പോൾ ഷാജേട്ടന് മാത്രം മതി കറി വെക്കാനും മീനൊക്കെ ആയിട്ട്. എന്താ വെച്ചാൽ ചിക്കൻ ഉള്ളതുകൊണ്ട് പിള്ളേർക്കും എനിക്കൊക്കെ അത് മതിയാവും. എന്നാലും കുറേശ്ശൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ 2 നേരത്തേക്കും കൂടെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്കും നാളെ രാവിലേക്കും കൂടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചതും, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് പുളി പാകത്തിന് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി മുളകിടാൻ വേണ്ടിയിട്ട് ഇത് വഴറ്റിയിട്ടും വെക്കും, ഇങ്ങനെയും വെക്കും. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇതിൽ നമ്മൾ താളിച്ചിടില്ല, പച്ചവെളിച്ചെണ്ണ ഒറ്റിക്കുള്ളൂ കേട്ടോ. അങ്ങനെ വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. മാന്തളില്ലേ, അത് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കോരമീനും മാന്തളൊക്കെ കിട്ടുമ്പം മിക്കതും നമ്മളിങ്ങനെ പല ടൈപ്പിലുണ്ടാക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ അടുപ്പിലേക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ നമുക്ക് ചീര ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നും പറയണ പോലെ തന്നെ ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിടുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. ഒരു തുള്ളി വെള്ളം പോലും ചീരയിൽ ഒഴിക്കേണ്ട, അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പം നമ്മൾ ഈ കഴുകി വാരാൻ വെച്ചിട്ടുള്ള ചീര അതിനകത്തേക്ക് ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഉപ്പും പാകത്തിന് ഉപ്പിട്ടിട്ട് ഇങ്ങനെ 2 ഇളക്കി സിമ്മിലിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേവും. നല്ല ചീരയാണ് കേട്ടോ, നാടൻ ചീര, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറയാറുണ്ടല്ലോ, ചീര മുരിങ്ങ സംഭവങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഈ സംഭവം നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് അടച്ച് വെച്ച് സിമ്മിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ആയിക്കോളും. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതൊരു പൊട്ടമാങ്ങയാണ്. ആ തൊലി ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും ആ ഒരു തൊലിക്ക്. അങ്ങനത്തെ ഒരു മാങ്ങ, മറ്റേ അച്ചാറിടാൻ പറ്റിയ മൂവാണ്ട മാങ്ങയോ അല്ലെങ്കിൽ അങ്ങനത്തെ മാങ്ങയൊന്നുമല്ല. ഇത് വേറെ ഏതോ ഒരു ടൈപ്പ് മാങ്ങ, എന്നാലും വേണ്ടില്ല. അപ്പോൾ അതിൻ്റെ തൊലി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പാവും, തൊലിക്ക് ഭയങ്കര കട്ടിയാണ്.
അപ്പോൾ അതുകൊണ്ട് ഒരു കശർപ്പ് വരും. അതുകൊണ്ട് ഞാൻ ആ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കുറച്ചെടുത്തിട്ട് അച്ചാറിടുക. ബാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചു. നമുക്ക് ചെമ്മീനും വെച്ചിട്ട് തേങ്ങയും ചെമ്മീനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അരക്കില്ലേ, തേങ്ങ ചമ്മന്തി, ചെമ്മീനൊക്കെ ഇട്ടിട്ട് മാങ്ങയും ചെമ്മീനും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചു. ഒരുപാട് ഇവിടെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകും. അത് വെച്ചാൽ ഈ മാങ്ങച്ചാറൊക്കെ അപ്പോഴേക്കപ്പം ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. ഇന്നും നാളത്തെയും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് തീരണം. ഇല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു കറുമുറ് പോകരുത് കേട്ടോ. അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാത്രമേ മാങ്ങച്ചാറ് ഉണ്ടാക്കുള്ളൂ. നാരങ്ങച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഉണ്ടാക്കി വെക്കാം കേട്ടോ. അത് ഇരിക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടുതലല്ലേ. പിന്നെ കടുമാങ്ങയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. കടുമാങ്ങയൊക്കെ അച്ചാറുണ്ടാക്കിയിട്ട് ഒരുപാടായിട്ടോ. ആ പ്രായത്തിലുള്ള മാങ്ങയൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാറില്ല. മാങ്ങ, ചക്ക സംഭവങ്ങൾ, തേങ്ങയൊന്നും നമുക്ക് കിട്ടാറില്ല. ഒക്കെ കാശ് കൊടുത്ത് മേടിക്കണം. ചക്ക ഇപ്പോൾ പറഞ്ഞ പോലെ അമ്മയും ചേച്ചിയൊക്കെ കൊണ്ടുവരുന്നോട്ട് അങ്ങനെ കിട്ടും. മാങ്ങയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ട് കണ്ടാൽ കൊതി തോന്നുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ അങ്ങനെ മേടിക്കും. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ കുനുകുനാന്നൻ അങ്ങനെ അരിഞ്ഞിട്ട് എടുക്കുക. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഇതൊരു വലിയൊരു ടേസ്റ്റുള്ള ഒരു മാങ്ങയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കട്ടിപ്പുണ്ട്. മറ്റേ അച്ചാറിടുന്ന മാങ്ങയുടെ കോമാങ്ങയുടെ പോലത്തെ ടേസ്റ്റ് ഒന്നുമില്ല. അത് അരിഞ്ഞ് വെച്ചപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ചത് അങ്ങനെ കുറുകി വന്നു. അപ്പോൾ മീൻ പെറുക്കിയിടാം കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള മീൻ എടുത്ത് വെച്ചു. ബാക്കി ഞാൻ പറഞ്ഞുല്ലോ വറുക്കാൻ വേണ്ടിയിട്ട് 4 ഇതിപ്പോൾ ഷാജേട്ടിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ മീനൊക്കെ ഇട്ടിട്ട് അത് വേവാൻ വേണ്ടി വെച്ചു. ഇനി തിരിച്ച് നമുക്ക് മാങ്ങാച്ചാറിലേക്ക് ഇതാ മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയും മതി കേട്ടോ. ഇത് കടുക് താളിച്ച് വറുത്തിടണ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് തിരുമ്പിയിട്ടാൽ ഇത് മതി കേട്ടോ. അങ്ങനെ പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിലേക്ക്. ഇവിടെ എനിക്ക്, കണ്ണൻകുട്ടിക്ക്, ഷാജേട്ടന് അച്ചാർ ഐറ്റംസ് നല്ല ഇഷ്ടമാണ്. പൂച്ചട്ടിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാത്രം മതി. അതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ചീരപ്പേരി കറക്റ്റായിട്ട് ആയിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ പറ്റി വന്ന് നല്ലോണം വെന്തുണ്ടായിരുന്നു. ചില ചീര മേടിക്കുമ്പോൾ നാടനായിട്ട് നമുക്ക് കിട്ടാറില്ല കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് നമ്മൾ വീട്ടിലൊക്കെ നട്ടുണ്ടാക്കില്ലേ, അതേപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതങ്ങനെ ഒന്നും കൂടെ വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിൽ മാറ്റിയിട്ട് ഇനി ചിക്കൻ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇതാ ഈ ഒരു ഉരുളിയിൽ തന്നെ നമുക്ക് ചിക്കനും കൂടെ വയ്ക്കാം. വരട്ടാണ് കേട്ടോ അപ്പോൾ ചെയ്യാറ് മിക്കതും. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒഴിച്ചു കറി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല. വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റിയിട്ട് വരട്ടിയെടുക്കണ രൂപത്തിലാണെങ്കിൽ പിള്ളേർക്കും ഇഷ്ടമാണ്. കറി വേറെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ മസാല മതിയിട്ട് ഞങ്ങൾക്ക് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയൊന്നും വേണ്ട. ചിക്കൻ വരട്ടി കഴിഞ്ഞാൽ അത് മതി. ആ ചട്ടിയിലും പിന്നെ അതിൻ്റെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചോളും. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു. നമ്മുടെ ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതൊക്കെ അങ്ങോട്ട് അടച്ച് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആയിക്കോളും. അച്ചാറും സെറ്റായി, ഉപ്പേരി സെറ്റായി. ഇപ്പോൾ മീൻകറി ഇതാ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് റെഡിയാവും. ഇനി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ചധികം ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഒരു കുഞ്ഞൊരു സവാളയും കൂടെ ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്, പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി അത് വഴന്ന് വരുന്ന സമയത്ത് നല്ലോണം മൂക്കണം കേട്ടോ. അത് നല്ല വാടി വരണം. സവാളയൊക്കെ ഒരു ബ്രൗൺ കളറാവണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ആയിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചു. കറി സെറ്റായി. ഇനി ചിക്കൻ മാത്രം ആയാൽ മതി. ഇനി മീൻ വറുക്കാനും കൂടെ ഉണ്ട്. ഒരു 4 മീൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഷാജേട്ടന് കേട്ടോ. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് അവിടെ പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്ത് മീൻ വറുക്കുകയും ചെയ്യാം. ചിക്കനിലേക്ക് കുറച്ചധികം, ചിക്കനായാലും മീനായാലും എനിക്ക് വേപ്പില കുറച്ചധികം ഇട്ട് കൊടുത്താലാണ് ഒരു മനസ്സമാധാനം ഉള്ളൂ കേട്ടോ. എനിക്കിഷ്ടമാണ് വേപ്പില ഇടാൻ വേണ്ടിയിട്ട്. മീൻ വറുക്കണേൽ എല്ലാത്തിലും ഇടും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിനോട് കുറച്ചൊരു ഇഷ്ടക്കൂടുതലുണ്ട് അങ്ങനെ. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഒരു 3-4 മീൻ അങ്ങോട്ട് മസാല പുരട്ടിയത് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് വറുത്തെടുക്കാൻ വിചാരിച്ചു. 2 നേരത്തേക്കും കൂടെ, രാത്രിയും രാവിലെ ഉച്ചയ്ക്കും കൂടെയാണ് കേട്ടോ ഷാജേട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇപ്പോൾ നമ്മളെപ്പോഴും മീൻ വറുക്കണ മസാല തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ ചതച്ചത്, ഉപ്പ്, വിനാഗിരി, വേപ്പിലെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളങ്ങനെ അങ്ങോട്ട് മസാല പുരട്ടിയിട്ടാണ് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ടൈം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അപ്പാടെ വറുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു ഭാഗം ആയപ്പോഴേക്കും അത് തിരിച്ച് മറിച്ചിട്ടു. അപ്പോഴേക്കും നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കനിലേക്ക് അതിന് മുന്നേ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട്, വെള്ളമൊന്നും വേണ്ട, അങ്ങനെ ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് ആവിയിൽ അങ്ങനെ വേവണം. ഓൾറെഡി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളം വരും അതിനകത്തുനിന്ന്. ആ വെള്ളം മതി കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇരിക്കുന്ന 2-3 പാത്രങ്ങൾ കണ്ട് കൈയോടെ കഴുകിയൊക്കെ, ഇന്ന് അധികം ഇല്ല കേട്ടോ, ഞാൻ അപ്പോഴേക്ക് കഴുകി വെച്ചോണ്ട്
അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് മുന്നേ വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇതിങ്ങനെ ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അതൊക്കെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ അങ്ങോട്ട് ഒരു മല പോലെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വയ്യാത്തതുകൊണ്ട് കൈയോടെ ഓരോന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ. പിന്നെ ഉള്ളതൊക്കെയാണ് ഇത്. അതിൻ്റെ ഇടയിൽ കഴുകലൊക്കെ ഒന്ന് രണ്ടും വട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളത് അങ്ങോട്ട് കേട്ടോ. പിന്നെ ഉള്ളതൊക്കെയാണ് അതങ്ങോട്ട് കഴുകി കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചധികം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങനെ ഇളക്കി അരട്ടി എടുക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പാണ് കുറച്ചധികം കൂടുതൽ ഉള്ളത്. മല്ലിച്ചപ്പ് ഇപ്പം അത്രയേ ഉള്ളൂ. ഇതിന് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കും. ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് ഈ മല്ലിച്ചപ്പ് ഇഷ്ടമാണ് എന്നുള്ളത്. അതുകൊണ്ട് കേട്ടോ ഇതും കൂടെ ഇട്ടിട്ട് ഒന്നുണ്ട് ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ച് വെച്ചാൽ അത് മതി. കഴിഞ്ഞു, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരും അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വിശപ്പ് തോന്നിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫുഡായിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന്. നാരങ്ങ വെള്ളം ഇങ്ങനെ ഉപ്പില്ല, നാരങ്ങ വെള്ളം ഇങ്ങനെ കലക്കിയിട്ട് കുടിക്കുകയാണ്. ഉപ്പല്ല കേട്ടോ, ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കതും ഉപ്പാണ് ഇടുക. എനിക്ക് BP കുറവുള്ള കാരണം മിക്കതും ഉപ്പിട്ടിട്ടാണ് ഞാൻ കുടിക്കാറ്. പക്ഷേ ഈ ഒരു വേനൽക്കാലത്ത് തണുത്ത വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് നന്നാരിയും ഒക്കെ ചേർത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ മധുരത്തിലാണ് കുടിക്കാറ്. ഇന്നും അങ്ങനെ തന്നെയാണ്. 2 ഗ്ലാസ് കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് വിശപ്പ് മാറി. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ അതാ ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. നമ്മുടെ ഫുഡൊക്കെ ആയി. ചോറും മാങ്ങച്ചാറും ചിക്കൻ വരട്ടിയതും പിന്നെ മീൻകറി, മീൻ വറുത്തത്, ചീരപ്പേര് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ മീൻകറി നല്ല ടേസ്റ്റാണ്. ചാറ് ഇങ്ങനെ കുറുകിയ വട അങ്ങനെ എടുക്കണം. ഒരുപാട് കറിയായിട്ട് എടുക്കുമ്പോൾ ചാറായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും. ഇങ്ങനെ കുറുകി എടുത്തിട്ട് നമുക്ക് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞു. അവന് വാരി കൊടുത്തിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ അവനോട് വാരി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നാൽ ഇനി അവന് കൊടുത്തിട്ട് ഞാൻ കഴിക്കാതിരിക്കാൻ വിചാരിച്ചിട്ട് അവന് ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടിക്ക് അവൻ്റെ അപ്പുറത്ത് നിൽക്കണു. അപ്പോൾ വിശക്കുന്നുണ്ട്, എനിക്ക് തരുമോ എന്നിട്ട് ഞാൻ പിന്നെ കഴിക്കാം. അപ്പോൾ അവന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവന് കൊടുത്തിട്ട് ഞാൻ ഇരിക്കാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇന്നങ്ങനെ സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവന് വിളമ്പുകയാണേ. പൂജിട്ടിക്ക് ഇപ്പോൾ വേണ്ട പറഞ്ഞു. ഷാജേട്ടൻ ഇവിടെ ഇല്ല, ആൾ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനുള്ള ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട് എനിക്ക് മീൻ വറുത്തത് വേണ്ട, കറിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. മീൻ വറുത്തത് വേണ്ടെങ്കിൽ വേണ്ട, അച്ചാർ പിന്നെ എന്തായാലും അവന് വേണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് കറി നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടു. ഞാൻ അവൻ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ ഉപ്പേരിയും ചിക്കനാവില്ല. പിന്നെ ചിക്കൻ്റെ ഇത് മാത്രം മതി. മസാല കുറച്ച് അധികം ഇടാൻ പറഞ്ഞു കേട്ടോ, അത് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാല ഇട്ടോളാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇനി ഉമ്മർത്ത് പോയിരുന്നിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കണം. എവിടെ ഇരുന്നാലും ചൂടാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ പക്ഷേ കുറച്ചധികം ചൂടാട്ടോ. ഈ വെയിൽ വന്നിട്ട് കൊലായിയൊക്കെ ഭയങ്കര ചൂടായിരിക്കും നിലമൊക്കെ. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഒരു അരികെ പോയിരുന്നു. ഫോണിൽ വീഡിയോ കണ്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അത് ഇവിടെ ഷാജേട്ടുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഈ പരിപാടി. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഫോൺ ഇങ്ങനെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടോ കളിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ കൊടുക്കുക വെച്ചാൽ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ കൊടുക്കുക എന്നല്ല. നമുക്ക് വീഡിയോ എടുക്കാറുണ്ടേ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ പരിപ്പ് ഇളക്കി തരും. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ അവന് നല്ലവണ്ണം ഇഷ്ടമായി. ചോറൊക്കെ വാരി കൊടുത്തിട്ട് ഇനി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഇവിടെ എന്ത് കറി ഉണ്ടെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കണ്ണൻകുട്ടിക്ക് വാരി കൊടുക്കുക എന്നുള്ളത് വലിയ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ പറയും എടാ എനിക്ക് വാരി കഴിച്ചൂടെ ചോദിച്ചാൽ പറയും എനിക്ക് ഇങ്ങോട്ട് വാരി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ പാവം തോന്നിയിട്ട് ഞാൻ വാരി കൊടുക്കും. അത് കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിച്ച് പൂജിട്ടി എല്ലാവരും കഴിച്ച് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വൈകിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയിലേക്ക് നിന്നു. ചീര ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറിച്ച് നടാറായി ഒരുവിധം. പക്ഷെ അങ്ങനെ കോഴി കൊത്തിയിട്ടൊക്കെ ഒരുവിധം പോയിട്ടോ. പിന്നെ എനിക്ക് മനം മടുത്തു. നമ്മുടെ മുളകും തൈ കുറച്ചും കൂടെയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് നടാൻ വേണ്ടിയിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെ എടുത്ത് അവിടെ മടക്കി വെച്ചിട്ട് നേരെ ഉമ്മറത്ത് പോയിട്ട് നമ്മുടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാമെന്ന് വിചാരിച്ചു. കന്നിക്കുറുക്കിയും തുളസിയൊക്കെ കൊണ്ട് വാടേണ്ട കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങനെ നിൽക്കണേ കൊണ്ട് നമുക്കിവിടെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ ഷാജേട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെയാണ് നിർത്താമെന്ന് ഞാൻ പറയും. പക്ഷേ രാവിലെ അടിച്ചുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കൊരു സമാധാനക്കേട് അതുകൊണ്ട് അടിക്കണതാണ് കേട്ടോ. എന്തായാലും അവിടെ അങ്ങോട്ട് തുടച്ചിട്ടിട്ട് നമുക്ക് ബാക്ക് അടുക്കള വശമല്ലേ ബാക്ക് വശം അവിടെ അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. ഇതാ ഇങ്ങനെ എടുത്തപ്പോഴേക്കും ബക്കറ്റൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു കേട്ടോ. പൂജുട്ടി ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ അങ്ങനെ ആ പറമ്പില്ലേ മരമൊക്കെ വെട്ടി അവിടെ കുഞ്ഞു മക്കൾ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ വെള്ളം ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും. ചിലത് അതിൻ്റെ ഇടയിൽ ബോളൊക്കെ തട്ടി ഒരു കരച്ചിലൊക്കെ കഴിയും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെല്ലും സാറില്ല എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വേദനയ്ക്കുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ എന്നൊക്കെ പറയും. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് പിന്നെ ആൾ അടുത്ത കളിയിലൊക്കെ തുടങ്ങും. അത്രയും കുഞ്ഞു മക്കളാട്ടോ അവിടെ കളിക്കുന്നത്. നല്ല രസമാണ് നോക്കി കാണാൻ വേണ്ടിയിട്ട്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചിട്ട് മിഞ്ഞാന്ന് കളിക്കുമ്പോൾ ബോൾ തട്ടിയിട്ട് ഒന്നിങ്ങനെ ചിന്നനെ കരയാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ
കുടിക്കണമല്ലോ എന്നൊക്കെ ചോദിച്ച് വെള്ളം കൂട്ടി ഒഴിഞ്ഞ് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. നമ്മൾ പറമ്പത്ത് കാവിൽ ഉത്സവത്തിന് പോകാൻ വേണ്ടി ഇവിടെ മാറി ഡ്രസ്സൊക്കെ റെഡിയായിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിന്നല്ലേ, ആ സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടി പട്ടാളങ്ങളും അവിടെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റടിച്ചോറിൽ കഴിഞ്ഞാൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഈ ഒരു ബാക്കിൽ ഭാഗത്ത് ഇങ്ങനെ ഈ ചപ്പിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ മുരിങ്ങയുടെ ഇലയുടെയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ വൃത്തിയേടൊന്നും തോന്നില്ല, പക്ഷെ 2 നേരം അടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇതിങ്ങനെ പൊഴിഞ്ഞിട്ട് വെയിലോണ്ടേ അതിൻ്റെ പൂവും ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞിട്ട് ഇങ്ങനെ മഞ്ഞച്ച് കിടക്കുമെന്ന് പറയാറില്ലേ. അപ്പോൾ അത് 2 നേരം അടിച്ചോരിയൊരു വൃത്തിയാണ്. ഇനിയിപ്പോൾ അടിച്ചോരിയിട്ടില്ലെങ്കിലും വലിയ കരടും കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഈ ഒരു സമയമായാൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് നമുക്കിനി അകത്തേക്ക് കയറാം. ഇനി വിളക്ക് വയ്ക്കുക, ചായ കുടിക്കുക, അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക, മാവ് അരയ്ക്കാണ്ടെങ്കിൽ അരയ്ക്കുക, പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക, ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക കേട്ടോ. കുറച്ച് നേരം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ ഇന്ന് വിളക്ക് വെച്ചത് ഷാജേട്ടനാണ്. ഞങ്ങൾ ഡെക്കിൻ്റെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷാജേട്ടൻ വിളക്ക് വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.